20 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ 3 ഭാഷയിലെങ്കിലും മുൻനിരയിൽ അറിയപ്പെടുന്ന ഒരു മലയാളം നടനായിരിക്കണം ഞാൻ. വളരെ സജീവമായി നല്ല സിനിമകൾ നിർമ്മിക്കുകയും നല്ല കൊമേഴ്ഷ്യൽ സിനിമകൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയും ചെയ്യുന്ന ഒരു ഫിലിം കമ്പനിയുടെ ഓണറായിരിക്കണം ഞാൻ. എനിക്ക് വളരെ താല്പര്യമുള്ള വിഷയങ്ങൾ സിനിമാ രൂപത്തിലാക്കാൻ കഴിയുന്ന ഒരു സിനിമാ സംവിധായകനായിരിക്കണം ഞാൻ. 14 വർഷങ്ങൾക്ക് മുൻപ് ഒരു ടെലിവിഷൻ ചാനൽ അഭിമുഖത്തിൽ വന്ന 27കാരൻ്റെ ആത്മവിശ്വാസത്തിൽ നിന്നുണ്ടായ വാക്കുകൾ മാത്രമല്ല ഇത്, മറിച്ച് ഒരു ദീർഘദർശിയും കഠിനാധ്വാനിയുമായ താൻ എത്തിച്ചേരേണ്ട ലക്ഷ്യങ്ങളെപ്പറ്റി പൂർണ്ണ ബോധ്യമുള്ള അതുല്യനായ ഒരു കലാകാരൻ്റെ വാക്കുകളായി ഇതിനെ അടയാളപ്പെടുത്താൻ കഴിയും. 2002 തൻ്റെ ആദ്യ സിനിമ മുതൽ ഇതുവരെ താൻ ചെയ്ത കഥാപാത്രങ്ങളിലെല്ലാം നിലനിർത്തിപ്പോരുന്ന തനതായ ഒരു ശൈലി കൊണ്ട് മലയാള സിനിമയിൽ ഒരു നിലയുറപ്പിക്കാൻ പൃഥ്വിരാജ് എന്ന നടന് കഴിഞ്ഞു. രൂക്ഷമായ വിമർശനങ്ങളെയെല്ലാം വളരെ തന്മയത്വത്തോടെ നേരിടാനും അതിനെ അതിൻ്റേതായ രീതിയിൽ കൈകാര്യം ചെയ്യാനുമുള്ള പൃഥ്വിരാജിൻ്റെ കഴിവാണ് അദ്ദേഹത്തിന് ഇന്ന് കിട്ടുന്ന അംഗീകാരത്തിനെല്ലാം പ്രധാനപ്പെട്ട ഒരു കാരണം. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്ന പഴഞ്ചൊല്ല് പ്രാവർത്തികമാക്കും വിധം താൻ വിമർശിക്കപ്പെട്ട മേഖലകളിലൂടെ തന്നെ മുന്നോട്ട് പോവുകയും ആ വിമർശകരെ കൊണ്ട് തന്നെ പ്രശംസിപ്പിക്കുകയും ചെയ്തു. മറ്റൊരു ചാനൽ ഇൻ്റർവ്യൂവിൽ വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം പറഞ്ഞിരുന്നു, ഭാവിയിൽ എപ്പോഴെങ്കിലും മലയാള സിനിമ എൻ്റെ പേരിൽ അറിയപ്പെടും. അതിൻ്റെ വാശിയും കോൺഫിഡൻസും ഒക്കെയാണ്. 41-ാം വയസ്സിൽ അന്ന് പറഞ്ഞ ആ വാചകം സത്യമായി മാറിയപ്പോൾ പ്രേക്ഷകർ ഒന്നടങ്കം അളവറ്റ ആരാധനയോടെ അദ്ദേഹത്തെ നോക്കി നിൽക്കുന്നു. ഇത്രയധികം സിനിമയ്ക്ക് വേണ്ടി തന്നെ അർപ്പിച്ച അതുല്യ പ്രതിഭയുമായി ബ്ലസ്സി എന്ന മലയാളത്തിൻ്റെ മറ്റൊരു പ്രതിഭാസം കൈകോർത്തപ്പോൾ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അഭിമാനമായി മാറിയ ആടുജീവിതം എന്ന മാഗ്നം ഓപ്പസ് മലയാളത്തിൻ്റെ മണ്ണിൽ നിന്നും ഉടലെടുത്തു. രമണന് ശേഷം മലയാള സാഹിത്യത്തിലെ ഏറ്റവും മികച്ച കൃതി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ബെന്യാമിൻ്റെ ആടുജീവിതം സിനിമയാകുമ്പോൾ ബ്ലസ്സി എന്ന സംവിധായകൻ്റെ മുന്നിലുണ്ടായിരുന്ന വെല്ലുവിളികൾ നിസ്സാരമായിരുന്നില്ല. 43 അധ്യായങ്ങളുള്ള ഒരു നോവൽ 2.5 മണിക്കൂറിലേക്ക് കൊണ്ടുവരുന്നതിനോടൊപ്പം വായനക്കാർ മനസ്സിൽ കണ്ടിരുന്ന കാഴ്ചകളെക്കാൾ മികച്ചതായിരിക്കണം ബ്ലസ്സിയുടെ തിരശീലയിലെ ആടുജീവിതം. തൻ്റെ സിനിമാ ജീവിതത്തിലെ നാഴികക്കല്ലായി മാറാൻ പോകുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും ഇതെന്നുള്ള ഉറച്ച ബോധ്യം അദ്ദേഹത്തിനുള്ളതുകൊണ്ടായിരിക്കണം തൻ്റെ സൃഷ്ടിയുടെ മൂർച്ച കൂട്ടാൻ ബ്ലസ്സി എടുത്തത് 16 വർഷങ്ങളാണ്. കോവിഡ് മഹാമാരിയുടെ തിരിച്ചടിയേറ്റ് വീണ സമയത്തും പതറാതെ പിടിച്ചു നിൽക്കാൻ കാരണമായതും ബ്ലസ്സി എന്ന മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യം ഒന്നു മാത്രമാണ്. ആദ്യകാലങ്ങളിൽ സിനിമാ മേഖലയിലെ കഠിനമായ പ്രയത്നങ്ങൾക്കൊടുവിൽ 1 വർഷത്തിനുള്ളിൽ ഒരു സഹസംവിധായകനെങ്കിലും ആയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും എന്ന് തീരുമാനമെടുത്തിരുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്തതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷേ അനേകം സ്വപ്നങ്ങളുമായി ഇന്നും ഈ മേഖലയിൽ തങ്ങളുടേതായ ഒരു സ്ഥാനം പിടിച്ചെടുക്കാൻ കഷ്ടപ്പെടുന്ന ഒരു കൂട്ടം മനുഷ്യ മനസ്സുകൾക്ക് ഇത് വലിയൊരു പ്രചോദനമാണ്. അക്കാദമി അവാർഡ് ജേതാക്കളായ AR റഹ്മാൻ, റസൂൽ പൂക്കുട്ടി എന്നിവരുടെ കടന്നുവരവ് കൂടി ആയപ്പോൾ ഈ സിനിമയുടെ പ്രൗഢി വാനോളം ഉയർന്നു എന്നു തന്നെ പറയാം. നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്. ആടുജീവിതം നോവലിൽ ബെന്യാമിൻ എഴുതിയ വരികളാണിത്. നജീബ് എന്ന ആളുടെ നരകയാതനകൾ വായനക്കാരുടെ മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചപ്പോൾ കെട്ടുകഥ എന്നതിനപ്പുറം സ്വന്തം കഥയായി ജനമനസ്സുകൾ ഇതിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് വിതുമ്പി. അതിൻ്റെ അന്തസത്ത ഒട്ടും ചോർന്നു പോകാതെ അനേകായിരം പ്രേക്ഷകർക്ക് മുന്നിൽ സിനിമയായി എത്തിയപ്പോൾ ആളുകൾ സ്ക്രീനിലെ നജീബിനോടൊപ്പം ജീവിച്ചു എന്നതാണ് സത്യം. മലയാള സിനിമയുടെ സുവർണകാലമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ സമയത്ത് അതേ മലയാളത്തിൽ നിന്ന് ഒരു ഗംഭീര സൃഷ്ടി ലോകത്തിന് മുന്നിലെത്തുമ്പോൾ മലയാള സിനിമയ്ക്ക് ലോകത്തിന് മുന്നിലുണ്ടാകുന്ന മാനങ്ങളും അംഗീകാരങ്ങളും വളരെ വലുതാണ്. എക്കാലത്തും ആടുജീവിതം ഒരു മികച്ച ദൃശ്യാനുഭവമായിരിക്കും. ഒരുപാട് പേരുകേട്ട മലയാള സിനിമ എന്നതിനും അപ്പുറം അതിഗംഭീരമായി നിർമ്മിക്കപ്പെട്ട ഒരു ഇന്ത്യൻ സിനിമ എന്ന നിലയിൽ ലോകത്തിന് മുന്നിൽ ആടുജീവിതത്തെ കാലം അടയാളപ്പെടുത്തും എന്നത് സംശയമില്ലാത്ത കാര്യമാണ്.